വേഗം വരുന്നവനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ദൈനംദിന അപ്പം എന്ന അനുദിന വചനചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ദൂതന്മാരുടെ അപ്പം എന്ന വിഷയത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങളെ നമുക്ക് ചിന്തിക്കാം. അതിനാധാരമായ ഒരു വാക്യം വായിക്കാം. സങ്കീർത്തനങ്ങൾ 78 അധ്യായം 25 വാക്യം. മനുഷ്യർ ശക്തിമാന്മാരുടെ അപ്പം തിന്നു, അവൻ അവർക്ക് തൃപ്തിയാകും വണ്ണം ആഹാരം അയച്ചു. കർത്താവ് ദൂതന്മാരുടെ അപ്പം നൽകുകയും ഇസ്രായേൽ മക്കൾക്ക് ഭക്ഷണമായി അതേ നൽകുകയും ചെയ്തു. ദൂതന്മാർക്കും ഇസ്രായേൽ മക്കൾക്കും ഒരു സാധാരണ ഭക്ഷണമായി അവൻ അതുണ്ടാക്കി. അപ്പോൾ ഈ മന്ന എങ്ങനെയുള്ളതായിരുന്നു? മന്ന ഭക്ഷിക്കണമെങ്കിൽ നമ്മൾ എങ്ങനെയുള്ള ആളുകളായിരിക്കണം? ഒന്നാമതായി, ദൂതന്മാരുടെ മന്ന ദൈവത്തിന്റെ സാന്നിധ്യമാണ്. വിശുദ്ധ ഗ്രന്ഥം പറയുന്നു, സ്വർഗത്തിൽ അവരുടെ ദൂതന്മാർ എപ്പോഴും സ്വർഗസ്ഥനായ എന്റെ പിതാവിന്റെ മുഖം കാണുന്നു എന്ന്. ഇത് മത്തായി സുവിശേഷം 18 അധ്യായം 10 വാക്യത്തിൽ കാണാൻ സാധിക്കും. ദൈവത്തിന്റെ സാന്നിധ്യം നമുക്ക് അപ്പമാണെങ്കിൽ നാം അവന്റെ സാന്നിധ്യത്തിലേക്ക് വാഞ്ചിക്കുകയും തിടുക്കപ്പെടുകയും വേണം. ദാവീദ് രാജാവ് സങ്കീർത്തനം 16 അധ്യായം 8 വാക്യത്തിൽ, ഞാൻ കർത്താവിനെ എപ്പോഴും എന്റെ മുൻപിൽ വെച്ചിരിക്കുന്നു എന്ന് പറയുന്നു. സന്തോഷത്തിന്റെ നിറവിൽ അവൻ സന്തോഷിച്ചു. ദൈവ സാന്നിധ്യത്തിൽ തികഞ്ഞ ആനന്ദവും ഉണ്ടായിരുന്നു. പഴയ നിയമത്തിലെ ഹാനോക്ക്, നോഹ തുടങ്ങിയ വിശുദ്ധരുടെ ജീവിതം നാം വായിക്കുക. അവരുടെ ജീവിതത്തിന്റെ മഹത്വം എന്താണ്? അവർ എപ്പോഴും ദൈവസാന്നിധ്യത്തെക്കുറിച്ച് ബോധവാന്മാരായിരുന്നു. എല്ലായ്പ്പോഴും ദൈവത്തോടൊപ്പം നടന്നു. അതുകൊണ്ട് നിങ്ങളും ദൈവസാന്നിധ്യത്തിൽ വാഞ്ചിക്കണം. അപ്പോൾ അവന്റെ സാന്നിധ്യം നിങ്ങളുടെ ആത്മീയ ജീവിതത്തിന് ഒരു അത്ഭുതകരമായ മന്നയായിരിക്കും. രണ്ടാമതായി, ദൂതന്മാരെ കുറിച്ച് വായിക്കുമ്പോൾ അവർ വിശുദ്ധരാണെന്ന് നമുക്കറിയാം. മർക്കോസ് 8 അധ്യായം 38 വാക്യത്തിൽ നമുക്കത് കാണാം. അവരുടെ വിശുദ്ധി അവരുടെ മന്നയായിരുന്നു. ഈ ദൂതന്മാരുടെ അപ്പം ഭക്ഷിക്കണമെങ്കിൽ നാം വിശുദ്ധരായിരിക്കേണ്ടത് അത്യാവശ്യമാണ്. കൊരിന്ത്യൻ സഭയ്ക്കുള്ള തന്റെ കത്തിൽ അപ്പോസ്തലനായ പൗലോസ് ഇങ്ങനെ എഴുതുന്നു, എന്നാൽ ലൗകികമായി അധാർമികമോ അത്യാഗ്രഹിയോ വിഗ്രഹാരാധനോ ആക്ഷേപിക്കുന്നവനോ മദ്യപാനിയോ ആയ ഒരു സഹോദരനുമായി കൂട്ടുകൂടരുതെന്ന് ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് എഴുതിയിരിക്കുന്നു. ഒരു കൊള്ളക്കാരൻ അങ്ങനെയുള്ള ഒരാളോടൊപ്പം ഭക്ഷണം കഴിക്കാൻ പോലും പാടില്ല എന്ന് 1 കൊരിന്ത്യർ 5 അധ്യായം 11 വാക്യത്തിൽ പറയുന്നു. ദൈവമക്കൾ തങ്ങളുടെ വിശുദ്ധി കാത്തു സൂക്ഷിക്കുകയും എല്ലാ അശുദ്ധിയിൽ നിന്നും എല്ലാ ദുഷ്ടതയിൽ നിന്നും തങ്ങളെ തന്നെ വേർപെടുത്തുകയും വേണം. വിശുദ്ധ ദൂതന്മാർ അവനെ സ്തുതിക്കുകയും പാടുകയും ചെയ്യുന്നു. അതുപോലെ നാം ദൈവത്തെ അവന്റെ വിശുദ്ധ സാന്നിധ്യത്തെക്കുറിച്ച് അറിഞ്ഞുകൊണ്ട് സ്തുതിക്കണം. മൂന്നാമതായി, ദൂതന്മാർ ശുശ്രൂഷിക്കുന്ന ആത്മാക്കളായിരുന്നു. അവരുടെ ശുശ്രൂഷ അവരുടെ ആഹാരമായിരുന്നു. സ്വർഗീയ മന്ന ഭക്ഷിക്കാൻ നാം ആഗ്രഹിക്കുന്നുവെങ്കിൽ നാം കർത്താവിനെ സേവിക്കണം. പിതാവിനെ ശുശ്രൂഷിക്കുന്ന മകൻ എന്ന നിലയിൽ പൂർണ്ണ ഹൃദയത്തോടെ സേവിക്കാനാണ് നാം വിളിക്കപ്പെട്ടിരിക്കുന്നത്. ദൈവമക്കളെ, കർത്താവ് നമുക്ക് ദൂതന്മാരുടെ മന്ന നൽകിയത് എത്ര വലിയ അനുഗ്രഹമാണ്! ഇത്രയും മഹത്തായ ഒരു പദവിക്ക് അർഹമായ ഒരു ജീവിതമാണോ നാം ജീവിക്കുന്നത് എന്ന് സ്വയം പരിശോധിക്കേണ്ടതുണ്ട്. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടുതൽ ധ്യാനത്തിനുള്ള വാക്യം യോഹന്നാൻ 6 അധ്യായം 51 വാക്യം. ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവനുള്ള അപ്പമാണ്. ഇന്നത്തെ ബൈബിൾ വായന രാവിലെ സദൃശ്യവാക്യങ്ങൾ 1-2 അധ്യായങ്ങൾ, വൈകുന്നേരം 1 കൊരിന്ത്യർ 16 അധ്യായം. ആമേൻ.